ഗുഡ് മോർണിംഗ്. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രഭാത കേരളം ആരംഭിക്കുമ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസം ക്രിസ്മസ് ദിനങ്ങളിലേക്ക് അടുക്കുകയാണ്. ഇനി കേരളത്തിൽ ഈ നവകേരള സദസ്സിന്റെ ഏറ്റവും ഒടുവിലത്തെ സമാപന ദിവസമാണ്. വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ വേദിയായി, ഒരുപാട് ജനപങ്കാളിത്തമുണ്ടായി. അതേസമയം വിവാദങ്ങൾക്ക് ഒട്ടും കുറവില്ലാത്ത ഒരു യാത്ര, ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ആ യാത്രയ്ക്ക് സമാപനമാവുകയാണ്. ഇന്ന് തലസ്ഥാന ജില്ലയിൽ പ്രതിഷേധങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് സമാപന ദിനത്തിൽ പ്രതിഷേധത്തിന്റെ വ്യാപ്തി, പ്രതിഷേധത്തിന്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് എന്നൊക്കെ കാത്തിരുന്ന് കാണണം. ഇന്നലെ രാത്രിയും പ്രതിഷേധങ്ങളൊക്കെ തുടർന്നത് പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഈ വാർത്തകളിലേക്കൊക്കെ നമുക്ക് വിശദമായി എത്താം. ക്ലബ് ലോകകപ്പ് കിരീടം മാഞ്ചസ്റ്റർ സിറ്റി നേടിയിരിക്കുന്നു. മാഞ്ചസ്റ്റർ സിറ്റി ആരാധകർക്ക് സന്തോഷ വാർത്തയാണ്. പെപ് ഗാർഡിയോളയുടെ ഈ സീസണിലെ തന്നെ 5ാമത്തെ കിരീടം. അങ്ങനെ സിറ്റി വീണ്ടും ആധിപത്യം ഉറപ്പിക്കുകയാണ് ലോക ക്ലബ് ഫുട്ബോളിൽ. ഈ വാർത്തകളിലേക്കൊക്കെ നമുക്ക് വിശദമായി എത്താം. നോക്കാം ആദ്യം തലക്കെട്ട്. ഞാൻ അത് സൂചിപ്പിച്ച പോലെ തന്നെ നവകേരള സദസ്സിന്റെ സമാപന വാർത്തയിലേക്കാണ് പോകുന്നത്. സംസ്ഥാന മന്ത്രിസഭയുടെ കേരള പര്യടനമായ നവകേരള സദസ്സിന് ഇന്ന് സമാപനമാണ്. തിരുവനന്തപുരം ഇടപ്പഴഞ്ഞി RDR കൺവെൻഷൻ സെന്ററിലെ പ്രഭാത യോഗത്തോടെ അല്പസമയത്തിനകം സമാപന ദിനത്തിലെ പരിപാടികൾ തുടങ്ങും. കഴിഞ്ഞ മാസം 17-ന് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്താണ് നവകേരള സദസ്സ് ആരംഭിച്ചത്. സർക്കാരും ഭരണപക്ഷവും തമ്മിലുള്ള വാക്ക് പോര്, മുന്നണികളിലെയും പ്രവർത്തകർ തമ്മിലുള്ള തെരുവുയുദ്ധത്തിനുമൊക്കെ വേദിയായിരുന്നു ഈ യാത്ര. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഇന്ന് കനത്ത പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഡാൻ കുര്യനാണ് ചേരുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഗുഡ് മോർണിംഗ്. ഈ നവകേരള സദസ്സ് അങ്ങനെ ഒടുവിൽ ഇന്ന് സമാപന ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഈ അവസാന മണിക്കൂറുകളിൽ പോലും പ്രതിഷേധത്തിൻ്റെ ഒരു വലിയ തീജ്വാല തന്നെയാണല്ലോ നമ്മൾ ഉടനീളം കണ്ടത്. സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന ജില്ലയിലും അത് അതിതീവ്രമായി തുടരുകയും ചെയ്യുന്നു. പോലീസിൻ്റെ DYFI പ്രവർത്തകരുടെ അതിക്രമങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. യൂത്ത് കോൺഗ്രസും കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്തെത്തുമ്പോൾ അടിച്ചമർത്താനുള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ വലിയ വിമർശനം നേരിടുന്ന ഒരു യാത്രയാണ്. അതേസമയം തന്നെ ഈ സദസ്സ് പറയുകയാണെങ്കിൽ അതൊരു ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. അത് ജനങ്ങൾ എത്തരത്തിൽ വന്നു എന്നുള്ളതൊക്കെ ചർച്ചാ വിഷയമാകട്ടെ. അപ്പോൾ ഡാൻ, ഇന്ന് തലസ്ഥാനം അത് ഒരു സമാപന ദിവസത്തിൻ്റെ ഒരു ആരവത്തിലേക്ക് പോകുമോ, അതൊരു പ്രതിഷേധത്തിൻ്റെ ഒരു വലിയ തീവ്രതയിലേക്ക് പോകുമോ? ഗുഡ് മോർണിംഗ് എൽദോ. രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ എൽദോ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം ഇടത് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ ആരവങ്ങൾ നടക്കുമ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടാകും. കാരണം കൊല്ലം വരെ നവകേരള യാത്ര എത്തിയ തരത്തിലല്ല കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ നവകേരള യാത്രയ്ക്ക് ഇടെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തിരിച്ചടികളുമൊക്കെ. കാരണം തിരുവനന്തപുരത്തിന്റെ അതിർത്തി മേഖലകളിൽ, അതായത് പ്രത്യേകിച്ച് പാറശാല, നെയ്യാറ്റിങ്കര ഉൾപ്പെടെയുള്ള കാട്ടാക്കട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സമാനതകളില്ലാത്ത പ്രതിഷേധവും പോർവിളികളുമാണ് ഇന്നലെ അർദ്ധരാത്രി വരെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇത് ക്രമസമാധാന പ്രശ്നമായി തന്നെ മാറുന്ന സാഹചര്യമാണ് ഈ അതിർത്തി മേഖലകളിലൊക്കെ ഉണ്ടായത്. അവിടെ നിന്ന് ഇന്ന് നഗരത്തിലേക്ക് എത്തുമ്പോൾ RDR കൺവെൻഷൻ സെന്ററിലാണ് രാവിലത്തെ പ്രഭാത യോഗം. അതായത് ഏതാണ്ട് 5 മണ്ഡലങ്ങളിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളുമായിട്ടായിരിക്കും മുഖ്യമന്ത്രി അടക്കം ഉള്ളവർ ഈ കൂടിക്കാഴ്ച നടത്തുക. അവരുമായിട്ടായിരിക്കും പ്രഭാത യോഗത്തിൽ അദ്ദേഹം സംവദിക്കുക. അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വൈകുന്നേരമാണ് വട്ടിയൂർക്കാവിൽ വെച്ച് പോളിടെക്നിക് ഗ്രൗണ്ടിൽ വെച്ച് ഈ നവകേരള സദസ്സ് 36 ദിവസം നീണ്ട നവകേരള സദസ്സിന്റെ സമാപനം നടക്കുക. എന്തായാലും വലിയ തരത്തിലുള്ള ഒരുക്കത്തിലാണ് മറ്റു ചിലർ
സൈക്കിളിൽ വ്യായാമം ചെയ്യുന്നു. മന്ത്രി പി രാജീവ്, കെ രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ് ഇന്ന് മാനവീയം വീഥിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ 36 ദിവസമായി ഈ നവകേരള സദസ്സിനെ ഫോളോ ചെയ്തു വരുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. അവരൊക്കെ വളരെ ആവേശത്തോടെ 36ാമത്തെ ദിവസം ഇത് സമാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ മന്ത്രിമാരോട് ചോദിച്ചറിയാനുള്ള ഒരു ഉദ്വേഗത്തിലാണ്. എന്തായാലും ഇന്നലെ രാത്രിയിലടക്കം നേമത്താണ് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ വഴിയിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പോർവിളി മുഴക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളായിരുന്നു നേമത്ത് ഉൾപ്പെടെ ഉണ്ടായത്. വെള്ളായണിയിലടക്കം അവിടങ്ങളിൽ പോലീസ് ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ നിലയുറപ്പിച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചത്. അത്തരത്തിലായിരുന്നു. കാരണം അതിരൂക്ഷമായ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഈ മേഖലകളിലൊക്കെ ഉണ്ടായത്. എന്തായാലും ഇന്ന് അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് നടത്തുന്ന ഒരുക്കങ്ങളും അത്തരത്തിൽ തന്നെയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്കും പോർവിളികൾക്കുമൊക്കെ നടുവിലാണ് കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് തുടക്കമിട്ട നവംബർ 17-ന് തുടക്കമിട്ട ഈ യാത്ര ഇപ്പോൾ ഇവിടെ സമാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടിരിക്കുന്നത്. എൽദോ, ഡാൻ, നമുക്ക് എന്തായാലും ഈ മന്ത്രിമാരുടെ പ്രതികരണത്തിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ അതിലേക്ക് പോകണം. മറ്റൊന്ന്, ഈ എത്രത്തോളം സുരക്ഷയാണ് ഈ പോലീസിന്റെ ഭാഗത്ത് ഇന്ന് കരുതുന്നത് ആ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിൽ? ഇനി പ്രതിഷേധ സാധ്യതയ്ക്കുള്ള സ്ഥലങ്ങൾ, അത് ഈ എല്ലാ മണ്ഡലങ്ങളിലും സാധ്യതയുണ്ടോ? എന്താണ് ലഭ്യമാവുന്ന സൂചനകൾ? എൽദോ, റെഡ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നവകേരള സദസ്സ് നടക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം റെഡ് സോണായി നേരത്തെ തന്നെ ജില്ലാ പോലീസ് മേധാവി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രോണുകൾ അടക്കം പറത്തുന്നതിന് ഇന്ന് കൃത്യമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന NSU നാഷണൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതുകൊണ്ട് വലിയ സുരക്ഷാ മുൻകരുതലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ അവരെ ഇപ്പോഴും കുഴയ്ക്കുന്ന കാര്യം, ഈ നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസ് മാത്രമാണ്. പക്ഷേ അതിങ്ങ് കൊല്ലം പിന്നിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ യുവമോർച്ച പ്രവർത്തകരും തെരുവിലുണ്ട്. അത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് വലിയ തരത്തിലൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നതും. ഈ വെല്ലുവിളികൾക്ക് നടുവിലാണ് ഇന്ന് 2 സ്ഥലങ്ങളിലായി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വാഹന വ്യൂഹം എത്തുന്നത്. എന്തായാലും ഈ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, പോലീസിന് അധിക സുരക്ഷ ഒരുക്കേണ്ടി വരും. കാരണം KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇന്ന് DGP ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ അവിടെയും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ വ്യാപകമായ തരത്തിലുള്ള ഈ ഒരു പ്രകോപനപരമായ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ അത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായി മാറും. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സാഹചര്യം നമ്മൾ കണ്ടതാണ്, നേരിട്ടത് മനസ്സിലാക്കിയതുമാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള വലിയൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പോലീസിനെ സംബന്ധിച്ച് ഈ ദിവസം സമാധാനപരമായി ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സമാപന ചടങ്ങുകൾ നടത്തിയെടുക്കുക എന്ന് പറയുന്നത് സുരക്ഷയൊരുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ വലിയ വെല്ലുവിളിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അത്തരത്തിൽ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ഇന്നലെ അടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളും. ശരി ഡാൻ, എന്തായാലും ഡാൻ മാനവീയ വീതിയിൽ തുടരുക. നമുക്ക് അവിടെ മന്ത്രിമാരുടെ പ്രതികരണം വരുമ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ഞാൻ ഇന്നലത്തെ ആ സംഘർഷത്തെ ചില ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകണമെന്ന് തോന്നുന്നു. കാരണം അത് അത്രമാത്രം തീവ്രമായിരുന്നു ആ പ്രതിഷേധവും അതിനെതിരെയുള്ള നടപടികളുമൊക്കെ. ഇന്നലെ രാത്രിയും തലസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. നവകേരള സദസ്സിനായുള്ള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിക്ക് നെയ്യാറ്റിൻകരയിൽ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. കൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയത്. ഇതിനിടെ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനെ യുവമോർച്ചക്കാർ മർദ്ദിക്കുകയും ചെയ്തു. ബൈക്കിൽ പോവുകയായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് മർദ്ദനമേറ്റത്. ഇതിന് പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. നെയ്യാറ്റിൻകരയിലെ BJP ഓഫീസിന് നേരെ കല്ലേറുമുണ്ടായി. അതേസമയം യാത്ര പാറശാലയിൽ എത്തിയപ്പോഴും യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം അത് തുടർന്നു. തടയാനെത്തിയ പോലീസും പ്രവർത്തകരുമായി സംഘർഷമുണ്ടായി. മുഖ്യമന്ത്രിയുടെ ചിത്രത്തോടെയുള്ള നവകേരള സദസ്സിന്റെ ഫ്ലെക്സുകൾ പ്രവർത്തകർ അടിച്ചു തകർത്തു. പാറശാലയിലും വെള്ളായണിയിലും ബാലരാമപുരത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടി.
നേമത്ത് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏറ്റുമുട്ടുകയും ചെയ്തു. ഡാൻ കുര്യൻ തുടരുന്നുണ്ട് മാനവീയത്തിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഈ പ്രതിഷേധത്തിന്റെ കാഴ്ചകൾ കാണുമ്പോൾ അത് ഈ നവകേരള സദസ്സ് സർക്കാർ എങ്ങനെ വിലയിരുത്തും എന്നുള്ളതാണ് ശ്രദ്ധേയമാകാൻ പോകുന്നത്. ഇന്നലെ വലിയൊരു പ്രതിഷേധമായിരുന്നല്ലോ തലസ്ഥാനത്ത് ഉടനീളം. അത് യുവമോർച്ചയുടെ ഭാഗത്ത് നിന്ന്, അത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന് പിടിപ്പത് പണിയുണ്ടായിരുന്നു. ഇനി പിടിപ്പത് പണിക്ക് ഡിവൈഎഫ്ഐക്കാർ നേരിട്ട് രംഗത്തിറങ്ങുകയും ചെയ്തല്ലോ. അപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പൊതു വിലയിരുത്തൽ എന്താണ്? ജനങ്ങളുടെ മനസ്സിൽ എന്താണ്? ഈ നവകേരള സദസ്സ് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതേണ്ടത്? എന്തോ ഈ കാറ്റ് വീശിയ സ്ഥലങ്ങളിലെല്ലാം ഇല പറന്നു എന്ന് പറയുന്ന കൂട്ടൊരു സാഹചര്യമായിരുന്നു ഇന്നലെ. കാരണം ഇന്നലെ നവകേരള സദസ്സ് പോയ വഴികളിലെല്ലാം നവകേരള സദസ്സിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് സുരക്ഷ ഒരുക്കാൻ തെരുവിലേക്ക് പോലീസിന് പുറമെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടി എത്തിയതോടെയാണ് ഇതൊരു നേർക്കുന്ന ഏറ്റുമുട്ടലിലേക്ക് മാറുന്ന സാഹചര്യം തലസ്ഥാന നഗരിയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായത്. അത് വലിയ തരത്തിലുള്ള സംഘർഷങ്ങളാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാറശാലയിലടക്കം രാത്രിയിലടക്കം വലിയ തരത്തിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുകയായിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട നേമത്തടക്കം പോർവിളികൾ നടത്തിക്കൊണ്ട് ഈ പ്രതിഷേധക്കാർ നേർക്കുനേർ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്തായാലും ഈ പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു ജനജീവിതം ദുസ്സഹമാകുന്ന തരത്തിലേക്ക് തെരുവിൽ കിടന്ന വലിയ കമ്പും വടിയും കല്ലുകളുമായി പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു പൊതു സമാധാന അന്തരീക്ഷത്തെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ ഇന്നലെ ഈ സംഘർഷങ്ങൾ മാറുന്ന ഒരു പശ്ചാത്തലമാണ് നമ്മൾ കണ്ടത്. അത് മറ്റ് ജില്ലകളിലൊന്നും ഇത്തരത്തിൽ രൂക്ഷമായ ഒരു ഇരുവിഭാഗങ്ങൾ നേർക്കുനേരിങ്ങനെ മണിക്കൂറുകളോളം ഏറ്റുമുട്ടുന്ന സാഹചര്യം അത് ഒരുപക്ഷെ വളരെ വിരളമായി. നമുക്കറിയാം, മഞ്ചേശ്വരത്ത് കടന്നു പോകുന്ന വഴിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ അത് വലിയ തരത്തിലുള്ള കാര്യങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ സംഘർഷങ്ങളിലേക്ക് വലിയ തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് വഴിമാറുന്ന സാഹചര്യം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന് കൃത്യമായ മറുപടിയുമായി സർക്കാർ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും മന്ത്രി കെ രാജൻ നമ്മളോടൊപ്പം ചേരുകയാണ്. 36 ദിവസം നീണ്ട യാത്രയാണ് സമാപിക്കുന്നത്. എന്ത് തോന്നുന്നു? വലിയ അനുഭവമാണ്. ഒരുപക്ഷെ ലോക ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ ഒരു സദസ്സിലേക്ക് നാട് മുഴുവൻ വരിക, വീടിന്റെ മുമ്പിൽ ക്യാബിനറ്റ് എത്തിച്ചേരുമ്പോൾ ആഹ്ലാദത്തോടെ അതിനെ സ്വീകരിക്കുക. വടക്കൻ ജില്ലകൾ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കണ്ട അത്ഭുതകരമായ ഒരു കാഴ്ച, വീടിന്റെ മുമ്പിലൂടെ പോകുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണകൂടത്തിന്റെ വാഹനത്തിന് മുമ്പിൽ പൂത്തിരി കത്തിച്ചും വീട്ടിലെ അമ്മമാർ ചെരാത് കത്തിച്ചും മെഴുകുതിരി കത്തിച്ചും പൂവെറിഞ്ഞുമൊക്കെ യാത്രയെ സ്വീകരിക്കുക. ഒരു ഗവൺമെന്റിനെ കേരളം അതിന്റെ വീട്ടുമുറ്റത്തേക്ക് സ്വീകരിക്കുന്ന ഒരു അനുഭവം. അല്ല, ഈ വീട്ടുമുറ്റത്തേക്ക് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരു യാത്ര തന്നെയായിരിക്കാം. പക്ഷെ അതിനോടുണ്ടാകുന്ന പ്രതികരണങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും സമാനതകളില്ലാത്ത തരത്തിലേക്ക് മാറുന്നതായി താങ്കൾക്ക് തോന്നുന്നു? നിങ്ങൾ രണ്ടും എടുത്തു നോക്കിക്കോ. കേരളത്തിലുണ്ടായിരുന്ന പ്രതിഷേധങ്ങളുടെ എണ്ണം ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചത് ഈ സദസ്സ് ഞങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന്റെ തലയ്ക്ക് മീതെയുള്ള കൊടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ കൊടിയല്ല, ഭാരതത്തിന്റെ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ അഭിമാനകരമായിട്ടുള്ള പതാകയാണ്. അപ്പോൾ ആ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ അവകാശത്തിന് വേണ്ടി നടത്തുന്ന ഒരു സമരത്തിന് എല്ലാ പോയിന്റിലും ഞങ്ങൾ ഇതിലെ കൂടുതൽ ആളുകളെ കൂട്ടി അതാത് സ്ഥലങ്ങളിൽ കുറ്റവിചാരണ സദസ്സ് നടത്തും. എന്താ കുറ്റവിചാരണ സദസ്സിന്റെ സ്ഥിതി? മാധ്യമങ്ങളുണ്ടെങ്കിൽ ഒന്നാമത്തെ പേജിൽ കൊടുക്കുമല്ലോ, ഇതിനൊരു ബദൽ വേണമല്ലോ. 10 ആളാണെങ്കിലും ഒന്നാമത്തെ പേജിൽ ഇതിന് തുല്യമായി 50,000 ഇപ്പുറത്തും 10,000 അപ്പുറത്തും ആണെങ്കിലും കൊടുക്കുമല്ലോ. എന്താണ് കുറ്റവിചാരണ സദസ്സിന്റെ സ്ഥിതി? കേരളത്തിലുണ്ടായ കരിങ്കൊടി പ്രകടനങ്ങൾ, ഞങ്ങളിതിലല്ല കരിങ്കൊടി പ്രകടനങ്ങൾ നടത്തോട്ടെ. ആ കരിങ്കൊടി പ്രകടനത്തിലെ പങ്കാളിത്തവും പ്രശ്നമല്ല, പക്ഷെ ആ കരിങ്കൊടി പ്രകടനങ്ങൾ ഉണ്ടായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്?
ആ കരിങ്കൊടി പ്രകടനങ്ങളുണ്ടായ രീതികൾ എന്തൊക്കെയാണ്, ഇപ്പുറത്ത് ഈ സദസ്സിൽ ഒത്തുചേർന്ന ജനങ്ങൾ എത്രയാണ്, ആ ജനങ്ങളെ അശ്ലീലമാണെന്ന് പ്രഖ്യാപിച്ചവർ ഞങ്ങളെല്ലായിടത്തും ആദ്യ കേന്ദ്രങ്ങളിലെല്ലായിടത്തും നമ്മുടെ ആകാശ കാഴ്ചകൾ എടുത്തിട്ടുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവും ബന്ധപ്പെട്ട അതാത് മണ്ഡലത്തിലെ പ്രതിപക്ഷ നേതാക്കളും ഇരുന്നിട്ട് ഈ മണ്ഡലത്തിൽ വന്നതിൽ പുറത്തുള്ള ആളുകൾ എത്ര, അശ്ലീലക്കാരെത്ര, ഗുണ്ടകളെത്ര, വരാൻ പാടില്ലാത്തവരെത്ര ആളെന്ന് അല്ല, ആ ആകാശ കാഴ്ചകൾ എടുക്കുന്നതിന് വരെ ഇന്ന് തിരുവനന്തപുരത്ത് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം അത് പോലീസിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാണ്. കാരണം ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ന്യൂസ് 18 ഇന്ന് നിരോധനം ഏർപ്പെടുത്താനുള്ള സാഹചര്യം എവിടെ ഉണ്ടാക്കിയത്? വർക്കലയിലേക്ക് ശ്രീനാരായണ ഗുരുവിന്റെ മണ്ണിലേക്ക് യാത്ര കടന്നു വരുന്ന ദിവസം കേരളത്തിൽ ഹർത്താലിന് പ്ലാൻ ചെയ്തിരുന്നല്ലോ. ഏത് മാധ്യമത്തിനാണ് അറിയാത്തത്? രാവിലെ പ്രഖ്യാപിച്ച സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഉരുണ്ട വടികളും മുട്ടയിൽ നിറച്ച മുളകുപൊടിയും വലിയ ഗോട്ടിയുമായി രംഗത്തിറങ്ങിയവർ സൃഷ്ടിച്ച കലാപത്തിന് പോലീസ് കേരളത്തെ വിട്ടുകൊടുക്കാത്തതുകൊണ്ട് ഒരു ഹർത്താൽ പറ്റിയില്ല. ഹർത്താൽ പറ്റാത്ത സാഹചര്യത്തിൽ എന്താ ഉണ്ടായത്? അങ്ങയുടെ മാധ്യമ പ്രവർത്തനം ആരംഭിച്ചിട്ട് എത്ര കാലമായി എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളെല്ലാവരും ഏതാണ്ട് ഒരേ പ്രായക്കാരാകും. നിങ്ങൾ നോക്കൂ, ഒരു KPCC പ്രസിഡന്റ് ജനസദസ്സിനുള്ള മറുപടി മറ്റന്നാൾ കാണാം. ആദ്യത്തെ വാചകമാണ് ജനസദസ്സിനുള്ള മറുപടി മറ്റന്നാൾ കാണാം. ഞാൻ എഴുതി കാണിച്ചപ്പോൾ വിചാരിച്ചു ജനസദസ്സിന് അദ്ദേഹം പറയാൻ പോകുന്ന മറുപടി മറ്റന്നാൾ പത്രസമ്മേളനത്തിലായിരിക്കും. രണ്ടാമത് എഴുതി കാണിക്കുന്നു. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് എടുത്ത് വായിച്ചു നോക്കി. മറ്റന്നാൾ പറയാൻ പോകുന്ന മറുപടി കമ്മീഷൻ ഓഫീസ് മാർച്ചിലായിരിക്കും. കമ്മീഷൻ ഓഫീസ് മാർച്ചിൽ എന്തായിരിക്കും മറുപടി? മൂന്നാമത് എഴുതിയിരിക്കുന്ന വാചകം കേരളത്തിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കനലെല്ലാം അന്ന് ഞങ്ങൾ ചാരമാക്കും. അതിന്റെ അർത്ഥം എന്താണ്? കേരളത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യല്ലേ? ഒരു സമരത്തിൽ അടിയുണ്ടാകും, ഒരു സമരത്തിൽ മർദ്ദനം ഉണ്ടാകും. ക്രൂരമർദ്ദനങ്ങളും ജയിൽവാസങ്ങളും അനുഭവിച്ച് ദിവസങ്ങളോളം കിടന്നവരാണ് ഞങ്ങൾ. സ്വാഭാവികമായിട്ടല്ല ഈ അങ്ങനെ ഞാൻ ഒരു കാര്യം ഇടപെട്ട് ചോദിക്കുന്നത്, ഡ്രോണിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാ. അപ്പൊ കലാപം ഉണ്ടാക്കാൻ എല്ലാ കനലുകളും ചിതയിലേക്ക് ചാരമാക്കുന്ന ദിവസമായിരിക്കും ഇന്ന് എന്ന് പ്രഖ്യാപിച്ചാൽ പോലീസ് അതിന്റെ മുൻകൈ എടുക്കും. ഒരു ഗവൺമെന്റ് 21 പേരടങ്ങുന്ന ഭരണകൂടം ഒരു ഡിസാസ്റ്റർ പ്ലാനിലും പറയാൻ പറ്റാത്തതുപോലെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ കനലിനെ മുഴുവൻ ചാരമാക്കും എന്നൊരാൾ നേരത്തെ വെടിവെച്ചും ഗഡ്മേനെ കൊണ്ട് വെടിവെപ്പിച്ചും പരിചയമുള്ള ഒരാൾ പറഞ്ഞാൽ മുൻകരുതലുകൾ ഉണ്ടാകും. സ്വാഭാവികം. അല്ല, ഈ 33 34 ദിവസം ഇത് ഈ നവകേരള സദസ്സ് മറ്റ് ജില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല തിരുവനന്തപുരത്തേക്കോ കൊല്ലത്തേക്ക് അങ്ങനെയല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. മറ്റു ജില്ലകളിലേക്ക് കടന്നു പോകുമ്പോൾ കനല് ചിതയാക്കും എന്ന് ആരും പറഞ്ഞിരുന്നില്ല. മറ്റു ജില്ലകളിലേക്ക് കടന്നു പോകുമ്പോൾ ബോധപൂർവമായി തുടർച്ചയായി 4 ദിവസവും മാർച്ച് ആരും പ്രഖ്യാപിച്ചിരുന്നില്ല. അന്ന് സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായ പ്രതിഷേധം ആഹ്വാനം ചെയ്യുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധത്തിലേക്ക് അണികളോ കലാപകാരികളോ വരുന്നില്ലെന്ന് കാണുമ്പോൾ പ്ലാൻ ചെയ്ത് കലാപകാരികളെ വാഹനത്തിലാക്കി ഒറ്റ കേന്ദ്രത്തിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തി KSUവിന്റെ സമരം. ഞാൻ AISFന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. സംയുക്ത സമരങ്ങൾക്ക് ഒരുപാട് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി സമരത്തിൽ ആരാ പങ്കെടുക്കുക? വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തവരും അറസ്റ്റ് വരിക്കപ്പെട്ടവരും കയ്യിൽ ന്യൂസ് 18ന്റെ ചിത്രങ്ങളിൽ ആയുധങ്ങളുമായി വന്നവർക്കും എത്ര പ്രായമുണ്ട്? ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സമരത്തിൽ എത്ര പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം? കലാപം തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ഉണ്ടായത്. അതുകൊണ്ട് തയ്യാറെടുപ്പ് ശക്തമായിട്ടുണ്ടാകും. അതിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. കാസർഗോഡ് നിന്ന് കല്ലാശ്ശേരിയിൽ നിന്ന് ആദ്യ സമരം. കല്ലാശ്ശേരി എന്താ വല്ല രക്തസാക്ഷി കേന്ദ്രമാണോ? കല്ലാശ്ശേരിയിൽ നിന്നാണോ യാത്ര ആരംഭിച്ചത്? അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ആരോ തുടങ്ങി, അതിലിത്തിരി വാർത്ത കിട്ടി, അതുമ്മ കയറി അങ്ങ് പിടിക്കാം. ഗവൺമെന്റിനെ ആക്രമിക്കാൻ വെച്ച എല്ലാ ഉണ്ടയും ചീറ്റിപ്പോയി. എന്നാൽ പിന്നെ കേരളത്തിന്റെ തലസ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരു ഹർത്താലാകാം. അതിന് കേരളത്തെ ഞങ്ങൾ വിട്ടു. അല്ല, മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോൺഗ്രസ് പ്രവർത്തകർ മാത്രം തുടക്കമിട്ട ഒരു പ്രതിഷേധം കൊല്ലത്തിനപ്പുറത്തേക്ക് എത്തുമ്പോഴാണ് യുവമോർച്ച പ്രവർത്തകർ കൂടി ഏറ്റെടുത്ത്. അതാണ് ഇതിന്റെ യഥാർത്ഥ കാര്യം. സമരത്തിൽ യുവമോർച്ച പങ്കെടുക്കുന്നതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാക്കും. കാരണം കേന്ദ്ര ഗവൺമെന്റിനെതിരാണ് ഈ സമരം. കേരളത്തിന്റെ അവകാശം നിഷേധിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിന് ഇത് കിട്ടേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ 1,07,532 കോടി രൂപ ഞങ്ങളുടെ മാമന്മാര് ഞങ്ങൾക്ക് തരാതെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു യുവമോർച്ച. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ യുവമോർച്ചയേക്കാൾ നന്നായിട്ട് അപ്പുറത്തുള്ള പ്രതിപക്ഷം, ഒരിക്കലും ഇറങ്ങാൻ പാടില്ലാത്ത പ്രതിപക്ഷം ഇറങ്ങിയപ്പോ ഇനി ഞങ്ങളും കൂടി കാത്തിരുന്നാൽ ആളുകൾ എന്ത് പറയുമെന്ന് കരുതി യുവമോർച്ച ഇറങ്ങിയിട്ടുണ്ടാവും. സ്വാഭാവികം. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, അല്ലാതെ വേറെ ബഹുജനൊന്നും ഇറങ്ങിയില്ലല്ലോ. ഇതിനേക്കാൾ പുതിയതായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ആളളകുകയോ ഏതെങ്കിലും വിധത്തിലുള്ള ആളുകൾ നോക്കുകയോ ന്യൂസ് 18ന്റെ ക്യാമറ കണ്ണ് ഞങ്ങളുടെ ചുറ്റും എപ്പോഴും ഉണ്ടല്ലോ. ഈ യാത്രയിൽ പൂർണ്ണമായും ഞങ്ങൾ കാണുന്നുണ്ട്. അതൊരു മാധ്യമ ധർമ്മവുമാണ്. ഏതെങ്കിലും വിധത്തിൽ ഏകപക്ഷീയമായ വാർത്തയും അല്ല ന്യൂസ് 18 കൊടുക്കുന്നത്. അങ്ങനെ അഭിപ്രായമില്ല. ആ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന കൂട്ടത്തിൽ ഈ 140 നിയോജക മണ്ഡലങ്ങളിലും നടക്കുന്ന ജനസദസ്സിന്റെ അതേ സ്ഥലത്ത് അതിനേക്കാൾ കൂടുതൽ ആളെ വെച്ച് നടത്തുന്ന കുറ്റവിചാരണ സദസ്സ്
ഒന്നും കേൾക്കാനില്ല. ഞങ്ങൾ കാണാത്തതുകൊണ്ടുള്ള കുഴപ്പമാണോ എന്നറിയില്ല. ആദ്യം കുറേശ്ശെ ആളെയൊക്കെ വെച്ചിട്ട് 13 കേന്ദ്രത്തിലോ മറ്റോ കണ്ടില്ല. ഇപ്പൊ ഒന്നും കേൾക്കാനില്ല. അല്ല, ഈ പ്രതിഷേധങ്ങൾ ഈ കരിങ്കോടി പറ്റിയാവോ? അല്ല, ജനാധിപത്യപരമായ വഴിയിൽ എന്ത് പറ്റി? അല്ല, അതിന്റെ സമാപനം എന്താവും നമുക്ക് DGP ഓഫീസിന് സമീപത്തൊരു അല്പസമയത്തിനകം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കാം. ഞാൻ സമാപിക്കാൻ അത് എല്ലായിടത്തും നടന്നോ? അത് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ 135 ഇടത്ത് കഴിഞ്ഞു. അത് എത്ര ഇടത്ത് കഴിഞ്ഞു? അതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല. ഒന്ന് അന്വേഷിക്കാൻ തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കണം. ഇന്ന് 23-ാം തീയതി ആയിരിക്കുന്നു. 2 ദിവസത്തിനപ്പുറത്ത് ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകണം. ആ ആഘോഷങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ ഈ വലിയ തരത്തിലുള്ള സംഘർഷങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെ അടക്കം ഈ ഇടതുപക്ഷ അനുഭാവികളും പ്രവർത്തകരുമൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് അടിച്ചു തകർക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലം. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകും. ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ശരിയാണെന്ന പക്ഷവും ഞങ്ങൾക്കില്ല. ഇത്തരം സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ന്യായീകരിക്കണമെന്ന അഭിപ്രായമില്ല. അതുകൊണ്ട് കലാപത്തിന് ആഹ്വാനം ചെയ്തവർ തന്നെ തിരിച്ചറിയുക. കേരളത്തെ ക്രിസ്തുവിന്റെ ഒരു മഹനീയമായ പ്രത്യാശയുടെ ആഘോഷങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്നു തന്നെ കനല് ചിതയാക്കാൻ എന്തിനു വേണ്ടി സമയം കണ്ടെത്തിയെന്ന് അവർ തന്നെ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാ ആശംസകളും. ഓക്കെ, മന്ത്രി കെ രാജന്റെ പ്രതികരണം കേട്ടല്ലോ. അദ്ദേഹം വളരെ ആവേശത്തോടെയാണ് 36 ദിവസം നീണ്ട യാത്ര സമാപിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കണം, എങ്ങനെയാകണം ആ കാര്യങ്ങൾ, ഈ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ എങ്ങനെയാകണം എന്ന തരത്തിലൊക്കെ അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. മന്ത്രി സജി ചെറിയാൻ ഇവിടെ ചായ കുടിക്കാൻ എത്തിയതാണ് എന്ന് തോന്നുന്നു. മിനിസ്റ്ററെ, ചായ കുടിക്കാൻ എത്തിയാണ്. എങ്ങനെയുണ്ട്? 36 ദിവസം ഫിനിഷ് ആവുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ഇനി 2 ദിവസം ഉണ്ടല്ലോ. അല്ല, ഔദ്യോഗികമായി പ്രഖ്യാപിച്ച യാത്ര ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തിരുവനന്തപുരത്ത് പാറശാലയിലും നേമത്തും അടക്കമുണ്ടായി. ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ നേരിടാനാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തീരുമാനം? പ്രതിഷേധത്തിന്റെ കാരണം ഞങ്ങൾക്ക് ലഭിച്ച ജനപിന്തുണയാണ്. ഇത് ഞങ്ങള് നവംബർ മാസം 18-ാം തീയതി ആരംഭിക്കുമ്പോൾ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഉദ്ദേശിച്ചത്. എന്തിനാണോ അവർ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞതിന്റെ കാരണം ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. ഞങ്ങളിപ്പോഴോട് ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ നവകേരള സദസ്സ് ബഹിഷ്കരിച്ചത്? 2, ഈ സദസ്സിൽ ഞങ്ങൾ അവരെ ആരെയും ആക്രമിക്കുന്നില്ലല്ലോ. ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ പ്രശ്നങ്ങളാണ്. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന, കേരളത്തിന് ലഭിക്കേണ്ട ഏതാണ്ട് 60,000 കോടി രൂപ ഈ വർഷം തരാതെ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന പ്രശ്നം, അതുപോലെ തന്നെ നവകേരള സൃഷ്ടിക്ക് വേണ്ടി 7.5 വർഷം ചെയ്ത പ്രവർത്തനങ്ങളോടൊപ്പം ചേർക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് കേരളത്തിലെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള ജനങ്ങളുമായിട്ടുള്ള ആശയവിനിമയം, അതുപോലെ തന്നെ ജനങ്ങളുടെ പരാതികൾ, ഇതിലേതാണ് പ്രതിപക്ഷത്തിന് സഹിക്കാൻ പറ്റാത്ത കാര്യം? ഇതെല്ലാം കേരളത്തിന് വേണ്ടി ചെയ്തൊരു കാര്യം. അപ്പൊ കേരളത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിൽ പ്രതിപക്ഷം ഇത്രയും വൈകാരികമായി പ്രശ്നത്തെ കാണേണ്ടതില്ല. അതിന്റെ കാരണം ഈ ജനപിന്തുണയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള ജനപിന്തുണയും ജനങ്ങളുടെ സാന്നിധ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ഇടപെടൽ പ്രതിപക്ഷം നടത്തി. ബഹിഷ്കരിച്ചു, വാഹനത്തിലിരുന്നു, കരിങ്കൊടി കാണിച്ചു, വണ്ടിയുടെ മുമ്പ് ചാടി മരിക്കാൻ വന്നു, മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ ആക്ഷേപിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവര് രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ഞങ്ങൾ ചില രാഷ്ട്രീയ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. ഒരു കാര്യം ഇതിനിടയിൽ ചോദിക്കുകയാണ്. ഇന്നലെ ഈ പ്രതിപക്ഷ കക്ഷികൾ മാത്രം ഉന്നയിച്ചിരുന്ന വിമർശനം ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു മാർച്ച് സമാപിച്ചു. അവിടെ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം ഈ സർക്കാരിനെതിരെ ചില രൂക്ഷമായ വിമർശനങ്ങൾ നടത്തി. അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം, ഈ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വാഗ്ദാനം നൽകുന്നതിനപ്പുറത്തേക്ക് പരിഹാരം കാണാൻ കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ടെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിമർശനങ്ങൾ അവിടെ നിന്ന് ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടി വരുമ്പോൾ അതിനൊരു പ്രതിപക്ഷ വിമർശനം മാത്രമായി കരുതി അങ്ങ് തള്ളിക്കളയാൻ കഴിയും. പെരുന്തോട്ടം പിതാവ് നമ്മുടെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തതല്ല. അദ്ദേഹം എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10ഓളം കാര്യങ്ങൾ ആ പ്രഭാത യോഗത്തിൽ ഉന്നയിച്ചു. കൃഷിക്കാരുടെ പ്രശ്നം ഉന്നയിച്ചു, സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും പ്രശ്നം ഉന്നയിച്ചു. വളരെ നന്നായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓരോന്നിനും മറുപടി പറഞ്ഞു. അതിൽ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. എന്നാൽ കേന്ദ്രത്തിന്റെ സഹായവും പിന്തുണയും ആവശ്യമുള്ള പദ്ധതിയുണ്ട്. ഇപ്പോൾ ഉദാഹരണം റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നം അടക്കമുള്ള വിഷയത്തിൽ നമുക്ക് ചെയ്യാവുന്ന ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 175ലേക്ക് നമ്മളത് വർദ്ധിപ്പിച്ചു. എന്നാൽ അത് 200 ആക്കണം എന്ന് പറയുമ്പോൾ അതിൽ 250 ആക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ സാമ്പത്തികമായ ഭാഗം കേന്ദ്രം കൂടി സഹായിക്കണം. ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കും ഗവൺമെന്റിനെ വിമർശിക്കേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് ചെയ്ത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറയുന്നതിനാണ്. അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും പറയാൻ വേണ്ടിയാണ്. അതിനാണ് 140 മണ്ഡലങ്ങളിലും MLA-മാർ അധ്യക്ഷന്മാരായിരിക്കണം. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലേ, അഭിപ്രായങ്ങൾ പറയട്ടെ. അപ്പം പെരുന്തോട്ടം പിതാവിന് മാത്രമല്ല പ്രതിപക്ഷ MLA-മാർക്ക് ഉന്നയിക്കാം,
ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഉന്നയിക്കുക. ഞങ്ങൾ പോയ പ്രഭാത യോഗങ്ങളിലെല്ലാം ഉന്നയിച്ചല്ലോ. എത്രയോ രൂക്ഷമായ വിമർശനങ്ങൾ വന്നു. സർക്കാർ ചെയ്ത ഇന്ന കാര്യം, ഇന്നത് മാറ്റണം, ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞില്ല. അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് യാതൊരു വിധമായ വ്യത്യസ്ത അഭിപ്രായ കാര്യത്തിലില്ല. അപ്പോൾ കത്തോലിക്ക കോൺഗ്രസോ അല്ലെങ്കിൽ BJPയോ ആരാണേലും ഉന്നയിക്കട്ടെ. പക്ഷെ എന്തിനാണ് സംഘർഷം ഉണ്ടാക്കുന്നത്? ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മറുപടി ഉണ്ടാവും. പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഞങ്ങൾ പരിഹരിക്കാൻ ഇടപെടും. ഞങ്ങൾ കേരളത്തിന് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നത്, കേരളത്തിനെതിരായിട്ടല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അക്രമസക്തമായ സമരങ്ങളിലേക്ക് വരികയും കലുഷിതമായ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇതിൽ പങ്കെടുത്തതിന്റെ ഒരു പ്രതിഫലമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഗുണം നാട്ടിൽ പറഞ്ഞ കള്ളത്തരങ്ങളും തെറ്റായ പ്രചരണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് ജനങ്ങളോട് പറയാൻ ഞങ്ങൾ കഴിഞ്ഞു ഈ ഇത്രയും ദിവസം. ഞാൻ ഒരു കാര്യം മാത്രം അവസാനമായി ചോദിക്കുന്നത്, ഈ വലിയ തരത്തിലുള്ള സാമ്പത്തികമായ ഒരു പ്രതിസന്ധി നേരിടുന്നതിനിടയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ദൂർത്താണ് നടക്കുന്നതെന്നുള്ള ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനിടയിൽ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ നവകേരള സദസ് ഇന്ന് 36 ദിവസങ്ങൾക്കപ്പുറം സമാപിക്കുന്നത്. അവിടെയാണ് 1600 രൂപ പെൻഷൻ കിട്ടിയില്ല എന്ന വിമർശനം മറിയക്കുട്ടിക്ക് നടത്തി എന്ന 80 വയസ്സുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അത് വലിയ തരത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഏറ്റുപിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് ഏത് തരത്തിലായിരിക്കും താങ്കൾ മറുപടി കൊടുക്കുക? ഒന്നാമത് നിങ്ങൾ ചോദിച്ചത് ദൂർത്തല്ല. കാരണം ജനങ്ങളോട് സംവദിക്കാനുള്ള അവകാശവും അതിന്റെ ആവശ്യകതയും ഈ ഗവൺമെന്റ് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ? ഞങ്ങൾ അങ്ങനെയാണ് ജനങ്ങളോട് പറയേണ്ടത്. അവരെ വിളിച്ചുകൂട്ടി പറയാൻ ചിലപ്പോൾ വേദി ഒരുക്കേണ്ടി വരും. അതിന് സംഘാടക സമിതിയുണ്ട്. സർക്കാരിന്റെ പണമല്ല ഉപയോഗിക്കുന്നത്, അത് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ആയിരക്കണക്കിന് കൂടുന്നുണ്ട്. ഞങ്ങൾ ജനങ്ങളോട് പറയും. അത് ദൂരത്തായിട്ട് കണക്കാക്കേണ്ടതല്ല. കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിൽ ഇതിനു വേണ്ടി കാര്യമായി പണമൊന്നും ചെലവഴിച്ചിട്ടില്ല. സംസ്ഥാനത്തെ ജനങ്ങൾ മുൻകൈയെടുത്ത് ചെയ്യുന്ന ഒരു സംഘാടനമാണ്. അതില് എല്ലാ വിഭാഗം ആളുകളുടെയും പങ്കാളിത്തം ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ദൂരത്തായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമ്മേളനം ദൂരത്താണോ? അങ്ങനെയാണെങ്കിൽ ഓണാഘോഷം നമ്മുടെ ദൂരത്താണോ? അങ്ങനെയാണെങ്കിൽ പള്ളിപ്പെരുന്നാൾ നമ്മുടെ ദൂരത്താണോ? അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം ദൂരത്താണോ? അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന മാനവീയ വീതിയിൽ നടക്കുന്ന കലാപരിപാടികൾ ദൂരത്താണോ? സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പലതും നമ്മൾ ചെയ്യും. അതെല്ലാം നമ്മുടെ പൊതു ചെലവിന്റെ ഭാഗമായിട്ട് നമ്മൾ കണക്ക് കൂട്ടാറുണ്ട്. അതിൽ പരമാവധി ചെലവ് കുറച്ചാണ് കേരളീയം നടത്തിയതും ഇപ്പോൾ നമ്മൾ നവകേരള സദസ്സാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് മറിയക്കുട്ടി പോലുള്ളവർ പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗവൺമെന്റ് വരുമ്പോൾ 18 മാസം കുടിശ്ശികയായിരുന്നു. ആ 18 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്ത് ഈ അവസാന നിമിഷം വരെയുള്ള പണവും കൊടുത്തു. ഇനിയും 2-3 മാസം കുടിശ്ശികയാണ് കൊടുക്കാൻ. അതിപ്പോൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ മറിയക്കുട്ടിക്ക് അടക്കം കേരളത്തിൽ പെൻഷൻ കൊടുക്കാൻ മുൻകൈയെടുത്ത് 62 ലക്ഷം ആക്കാണ്. അതിന് കോടാനുകൂടി രൂപ വേണം. ഈ മറിയക്കുട്ടിക്ക് 600 രൂപയിൽ നിന്ന് ഉമ്മൻചാണ്ടി കൊടുത്തതിൽ നിന്ന് ഞങ്ങൾ 1500 എത്തിച്ചു. ഉമ്മൻചാണ്ടി 100 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 500 രൂപ VS ഗവൺമെന്റ് കാലത്താണ് വന്നത്. അതിൽ 100 രൂപയാണ് ഉമ്മൻചാണ്ടി സാർ വർദ്ധിപ്പിച്ചത്. 1600 എത്തി സമയബന്ധിതമായി കൃത്യമായി കൊടുത്തു. എവിടെയാണ് പ്രശ്നം വന്നത്? സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പണം കേന്ദ്രം തരുന്നില്ല. ചിലപ്പോൾ ഇനി കുടിശ്ശിക വരും, ചിലപ്പോൾ ശമ്പളത്തിന് കുടിശ്ശിക വരും, വികസന പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു. അപ്പൊ കിബി എടുത്ത പണം അത് പൊതുകടമായിട്ട് അംഗീകരിച്ച് വന്നതോടുകൂടി സംസ്ഥാനത്തിന്റെ വികസനത്തിനാണ് തടസ്സപ്പെടുന്നത്. ഈ പ്രശ്നം എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? ഇതാണ് മാധ്യമങ്ങളും ഇതാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ മറിയക്കുട്ടിക്ക് 1600 കൊടുക്കുന്ന നല്ല പ്രശ്നം. മറിയക്കുട്ടിയെ പോലുള്ള കേരളത്തിൽ 62 ലക്ഷം മറിയക്കുട്ടിമാർക്ക് പെൻഷൻ കൊടുക്കത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, കൊടുത്തിരിക്കും. അതിന് അവര് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി ആ പാവത്തിനെ വിളിച്ചുകൊണ്ടുപോയി കോടതി കേസ് കൊടുത്തു. കോടതിയുടെ മുമ്പിലേക്ക് അഭിഷേകം നീക്കുക. അത് കോടതി പറയട്ടെ. മറിയക്കുട്ടിക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. പക്ഷെ കൊടുക്കാൻ പണം വേണം. പണം ഇവിടുന്ന് സംസ്ഥാനം ശേഖരിക്കാൻ കഴിയുന്ന 23,000 കോടി രൂപ തനത് ടാക്സ് ഏറ്റവും നല്ല ഫിനാൻസ് മാനേജ്മെന്റ് ആണ് ഇപ്പോൾ കേരളത്തിൽ ഈ വർഷം നടപ്പാക്കിയത്. കാരണം 23,000 കോടി രൂപ തനത് ടാക്സ് പിരിച്ചു. എന്നിട്ടും കേരളത്തിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഈ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ 60,009 കോടി രൂപ സ്റ്റേറ്റിന് കിട്ടാനുണ്ട്. ഇത് തരുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ ഇവിടെ ദൂരത്താന്ന് പറഞ്ഞാൽ പറ്റുമോ? അല്ല, ഇവിടെ പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം കേന്ദ്രമന്ത്രിമാരടക്കം ഉന്നയിക്കുകയാണ്. പല അവസരങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഞങ്ങളിപ്പോൾ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങൾ ചെലവാക്കി, നിങ്ങളും ഞങ്ങളും കൂടെ ചേർന്ന് ചെലവാക്കിയ പദ്ധതി ആ പണം ഇങ്ങോട്ട് ഒരുമിച്ച് ചെലവാക്കിയല്ലോ. ഇപ്പോൾ 40% സ്റ്റേറ്റ് അല്ലെ 60% സ്റ്റേറ്റ് എന്ന് പറയുന്ന സെൻട്രൽ സ്റ്റേറ്റ് സ്കീമുണ്ടല്ലോ. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉച്ചഭക്ഷണം നിങ്ങൾ ആ പൈസ ഉണ്ടോ? നിങ്ങൾ കണക്കിൽ നിന്ന് എന്നെ കണക്കുള്ളതല്ലേ? ഇതൊക്കെ ചുമ്മാ പറയുകയാണ്. കേന്ദ്രം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ദാരിദ്ര്യത്തിലാണ്. ആ ദാരിദ്ര്യത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലും പെട്ട കേന്ദ്രത്തിന് എല്ലാ സംസ്ഥാനങ്ങളെയും ഈ തരത്തിൽ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കി കേന്ദ്രത്തിന്റെ നിലനിൽപ്പ് നോക്കുന്നു. അതിന്റെ ഭാഗം കൂടിയാണ് കേരളത്തോട് കാണിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കേരളത്തോട് ബോധപൂർവമായ ഒരു ശ്രമമുണ്ട്. കാരണം ഇവിടുന്ന് 1 രൂപ പിരിച്ചുകൊണ്ട് പോയാൽ അതിന്റെ 0.46 ഇവിടെ കിട്ടുന്നുള്ളൂ. ആ പണം ഇവിടെ കിട്ടുന്നുള്ളൂ. പക്ഷെ സ്റ്റേറ്റിന് ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന കാശിന്റെ
തുല്യമായ വിഹിതം സ്റ്റേറ്റിന് കിട്ടിയാൽ തന്നെ നമ്മുടെ പ്രശ്നം തീരും. അപ്പോൾ വളരെ നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ചായ കുടിക്കാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. എൽദോ അദ്ദേഹം പ്രതികരിച്ചത് കണ്ടല്ലോ. അദ്ദേഹം വലിയ തരത്തിലുള്ള വിമർശനം, വിഷയദാരിദ്ര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങുന്നത് എന്ന ആക്ഷേപമാണ് മന്ത്രിമാരൊക്കെ ഈ പ്രഭാത സവാരിക്കിടെ നമ്മളോട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ഡാൻ, തുടരുക. ചായ കുടിക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി ചോദിക്കട്ടെ. ഈ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് KPCCയുടെ DGP ഓഫീസ് മാർച്ച് ഇന്ന് നടക്കും. 1,00,000 ലക്ഷം പേരെ അണിനിരത്തി KPCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ച് KPCC അധ്യക്ഷൻ K. സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഡാൻ, മറ്റൊരു എന്താ പറയുക, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ DGP ഓഫീസ് മാർച്ചിൻ്റെ ഉണ്ടായ സംഘർഷമൊക്കെ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം അത്തരത്തിലൊരു വീണ്ടും ഒരു ആവർത്തനത്തിനുള്ള സാധ്യതയാണോ കാണേണ്ടത്? ഒരു ഗാന്ധിയൻ ശൈലിയിൽ നിന്ന് മാറുകയാണ് സമരങ്ങളെന്ന് നേതൃത്വത്തിലുള്ളവർ തന്നെ പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തകരുമായി പ്രതിഷേധത്തിന് എത്തുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെക്രട്ടേറിയറ്റിന് മുമ്പിലും DGP ഓഫീസിന് മുമ്പിലും ഒക്കെ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായി അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയവർ തന്നെ, അല്ലെങ്കിൽ അത്തരം ഒരു നീക്കങ്ങൾ നടത്തിയവർ തന്നെ ഇന്ന് ഈ പാർട്ടി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ DGP ഓഫീസിന് മുമ്പിലേക്ക് പ്രവർത്തകർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രതിഷേധവുമായി എത്തുമ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ അത് കടുക്കുന്ന ഒരു സാഹചര്യം തന്നെ ആയിരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതുകൊണ്ട് പോലീസും അത്തരത്തിലുള്ള മുൻകരുതലുകളാണ് എടുക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, ഈ KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂര്, അത്തരത്തിലുള്ള പ്രമുഖ നേതാക്കൾക്കൊപ്പം MPമാരും MLAമാരും എല്ലാം, ഈ കോൺഗ്രസിന്റെ മുഴുവൻ MPമാരും MLAമാരും ഒരുപക്ഷെ സംസ്ഥാനത്തു നിന്നുള്ളവർ ഈ പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അതിനെ K. സുധാകരൻ തന്നെ നയിക്കുന്നു. പുലർച്ചെ അദ്ദേഹം തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും കോൺഗ്രസ് ഇതിനെ ഈ സമാപന ദിവസം തന്നെ, അതായത് നവകേരള സദസ്സ് സമാപിക്കുന്ന ദിവസം തന്നെ സർക്കാരിനെതിരായുള്ള വിമർശനം കടുപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നവകേരള സദസ്സിനിടെ പ്രതിഷേധം ഉയർത്തിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരായ പോലീസ് DYFI പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു യാത്ര നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതിഷേധ മാർച്ച് KPCC ഓഫീസിൽ നിന്ന് DGP ഓഫീസിലേക്ക് നടത്തുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ ശക്തി പ്രകടനമായി മാറും. അത്തരത്തിലുള്ള 1,4 ലക്ഷത്തോളം ആളുകൾ ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും DGP ഓഫീസ് ആയതുകൊണ്ട് സുരക്ഷാ മേഖലയാണ്. അവിടേക്ക് മറ്റു തരത്തിലുള്ള പ്രകോപനങ്ങളൊന്നും ഉണ്ടാകാൻ പോലീസ് ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലുള്ള മുൻകരുതലുകളൊക്കെ അവരെടുക്കുന്നുണ്ട്. പക്ഷേ പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ടാണ് വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് പോലീസ് കടക്കുന്നതും. ക്രിസ്മസിന് 2 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആ സംഘർഷ പശ്ചാത്തലത്തിലേക്ക് പോകാതെ സമാധാനപരമായി ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കുക എന്നൊരു വലിയ വെല്ലുവിളിയാണ് പോലീസിന് മുമ്പിലും ബാക്കിയാകുന്നത്. ശരി ഡാൻ, എന്താണെങ്കിലും ഈ നവകേരള സദസ്സൻ ഇന്ന് സമാപനമാകുമ്പോൾ തലസ്ഥാനം അത് എത്തരത്തിലായിരിക്കും ഇതിനേക്ക് ഉൾക്കൊള്ളുക എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും സംഘർഷഭരിതമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. SFI DYFI പ്രവർത്തകർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ അയവ് വരാതെ ചാലക്കുടി ITI തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് പോലീസ് ജീപ്പ് അടിച്ചു തകർത്തത്. ആക്രമണം നടത്തിയ DYFI നേതാവ് നിതിൻ പുല്ലനെ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും CPM പ്രവർത്തകർ ഇടപെട്ട് ഇയാളെ മോചിപ്പിക്കുകയായിരുന്നു. ചാലക്കുടി ഏരിയ സെക്രട്ടറി അശോകന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് നിതിനെ മോചിപ്പിച്ചത്. തുടർന്ന് ഇന്നലെ രാത്രി പോലീസും CPM പ്രവർത്തകരും ഏറ്റുമുട്ടി. നിരവധി പ്രവർത്തകർക്ക് സംഘർഷത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ 5 DYFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡാനി ഇപ്പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ ഭരിക്കുന്ന പാർട്ടിയിലെ യുവ നേതാക്കൾ തന്നെ, അല്ലെങ്കിൽ യുവത്വം തന്നെ ഇങ്ങനെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ ചാലക്കുടിയിലത്തെ ഒരു അവസ്ഥ?
എൽദോ, ഇന്നലെ രാത്രി നടന്ന സംഭവം അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകാതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ പോലീസ് എടുത്തിട്ടുണ്ട്. വലിയ രീതിയിൽ പോലീസ് നടപടി ഇന്നലെ രാത്രി തന്നെ 5 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും അതോടൊപ്പം തന്നെ മറ്റു പലർക്കു വേണ്ടിയുള്ള തിരച്ചിൽ എല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് വലിയൊരു സംഘർഷമായി വളരാതെ നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ ഇത് ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന വിഭാഗവും പോലീസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എന്ന രീതിയിൽ തന്നെയായിരുന്നു അത് വലിയ രീതിയിൽ സർക്കാരിനും പ്രതിസന്ധി സൃഷ്ടിക്കും, വലിയ രീതിയിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടും, ഉപയോഗിക്കപ്പെടും. അപ്പോൾ അത്തരം ഇതെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തകർക്കിടയിലും CPM നേതൃത്വവും ഇടപെട്ടിട്ടുണ്ട്. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്ന തന്നെയുള്ള ശക്തമായൊരു സന്ദേശം ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഇന്നലെ നടന്നത് പെട്ടെന്ന് ഉണ്ടായ ചില പ്രകോപനങ്ങൾ അതിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. വളരെ പെട്ടെന്ന് ഉണ്ടായതുകൊണ്ട് ആർക്കും തന്നെ നിയന്ത്രിക്കാനും കഴിഞ്ഞിരുന്നില്ല. ITE തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ആഹ്ലാദ പ്രകടനങ്ങളും മറ്റുമാണ് ഈ രീതിയിലേക്ക് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു അസ്വാരസ്യങ്ങളിലേക്ക് നീങ്ങുകയും പിന്നീട് അത് ഒരു സംഘർഷമായിട്ട് തന്നെ മാറുകയും എല്ലാം തന്നെ ചെയ്തത്. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകനെ CPM ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവരെ മോചിപ്പിച്ചത്. ഇതിൽ പോലീസുമായി കാര്യങ്ങൾ പറയാമെന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷേ അവിടെ കൊണ്ട് അത് അവസാനിച്ചിരുന്നില്ല. പിന്നീട് ബലമായിട്ട് തന്നെ മോചിപ്പിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പലപ്പോഴും അതിൻ്റെ ഒരു തുടർച്ച ഇന്നലെ രാത്രിയും ഈ ടൗണിലെല്ലാം തന്നെ ഇതിൻ്റെ ഒരു അലയലുണ്ടായിരുന്നു. കാരണം പോലീസുമായിട്ടുള്ള വീണ്ടും ഈ രീതിയിലേക്ക് പിന്നെയും ഏറ്റുമുട്ടലുണ്ടായേക്കും എന്നുള്ള ഒരു പ്രതീതി ചുറ്റുപാടിൽ നിന്നു. പോലീസ് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇന്നലെ അതിൽ ഇടപെടുകയും ചെയ്തത്. വലിയ രീതിയിലേക്ക് സംഘർഷം അതിനും അപ്പുറത്തേക്ക് വളരാതിരിക്കാൻ പിന്നീട് പാർട്ടി ജില്ലാ നേതൃത്വം തന്നെയും വളരെ സജീവമായിട്ട് തന്നെ ഇതിൽ ഇടപെടുകയും ചെയ്തു. 5 പേരെയാണ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വലിയ രീതിയിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടും, ഉപയോഗിക്കപ്പെടും എന്നെല്ലാം തന്നെ വളരെ ഉറപ്പാണ്. അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിനും അപ്പുറത്തേക്ക് ഇനി വളരാതിരിക്കാനുള്ള വലിയൊരു ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ 5 പേരെയാണ് ഇത് സംബന്ധിച്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എൽദോ. ശരി ഡാനി പോൾ, തുടരുക. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന ഏകീകരണ തർക്കത്തിൽ ഔദ്യോഗിക തീരുമാനം വൈകുകയാണ്. ക്രിസ്മസ് ദിവസം ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന് ധാരണയായിട്ടുണ്ടെങ്കിലും സമയം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ക്രിസ്മസിന് ശേഷം ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ എന്ന വത്തിക്കാൻ നിർദ്ദേശം നടപ്പാക്കുമോ എന്ന കാര്യത്തിലും അവ്യക്തത തുടരുകയാണ്. ഡാനി തുടരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ഡാനി, ഈ വത്തിക്കാൻ പ്രതിനിധി വന്ന് എല്ലാം സമവായത്തിലെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നൊക്കെ കരുതിയതാണല്ലോ. ഈ ക്രിസ്മസ് ദിനം അടുക്കുമ്പോഴും അതിലൊരു അനിശ്ചിതത്വം നീങ്ങുന്നില്ലല്ലോ. എൽദോ, സാഹചര്യങ്ങൾ പഴയ പോലെ തന്നെയാണ് ഈ സമയം വരെയും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇതിനൊരു അയവ് വരും, അല്ലെങ്കിൽ വത്തിക്കാൻ നിർദ്ദേശം അത് നടപ്പാക്കപ്പെടും ഘട്ടം ഘട്ടമായെങ്കിലും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ഇതിലൊരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഒരു സമവായത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരുന്നതാണ്. അതിൽ ക്രിസ്മസ് ദിനത്തിൽ ഏകീകരിച്ച സിനഡ് കുർബാന ക്രിസ്മസ് ദിനത്തിൽ ചൊല്ലുമെന്നും അതോടൊപ്പം തന്നെ മൈനർ സെമിനാരികൾ നടപ്പാക്കുമെന്നും എല്ലാ പള്ളികളിലും ഈ ക്രിസ്മസ് ദിനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് കുർബാന ചൊല്ലുമെന്നും പിന്നീടുള്ള കാര്യം അത് വർഷത്തിലൊരിക്കൽ ഇത്തരം ഈ ഏകീകൃത കുർബാന ചൊല്ലാം, മറ്റുള്ള പിന്നീടുള്ള കാര്യങ്ങൾ ആലോചിക്കാമെന്ന രീതിയിലേക്കെല്ലാം തന്നെ വന്നു. താൽക്കാലികമായ ഒരു പരിഹാരം എന്ന രീതിയിലേക്കെല്ലാം കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നു. പക്ഷേ അത്തരം ഒരു തീരുമാനത്തിനും അത്തരം ഒരു സമവായ സാധ്യതകളും പിന്നീട് അതിൽ തർക്കങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുവായി ഇപ്പോൾ ഒരു നിർദ്ദേശവും ഇപ്പോൾ എത്തിയിട്ടില്ല, ഈ നിമിഷം വരെയും എത്തിയിട്ടില്ല. ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ നിയോഗിക്കപ്പെട്ട വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൾ വാസൽ കഴിഞ്ഞ ദിവസം മടങ്ങുകയും ചെയ്തു. 26-ന് അദ്ദേഹം വത്തിക്കാനിൽ മാർപ്പാപ്പയുമായി ചർച്ച നടത്തുകയും ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു അറിയിപ്പിലേക്ക് വന്നിട്ടില്ല. നിലവിൽ മാർപ്പാപ്പയുടെ നിർദ്ദേശം നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്, അത് ക്രിസ്മസ് ദിനത്തിൽ മാത്രമാണ് എന്നതാണ് ഇപ്പോഴുള്ള വിമതപക്ഷത്തിൻ്റെ വൈദികരുടെ അടക്കമുള്ള ഒരു നിലപാട്. അതിനനുസരിച്ചാണെങ്കിൽ ക്രിസ്തുമസ് ദിനത്തിൽ കുർബാന ചൊല്ലും, സിനഡ് കുർബാന ചൊല്ലും. അടഞ്ഞുകിടക്കുന്ന സെന്റ് മേരീസ് ബസിലിക്ക അന്ന് തുറക്കുകയും ആ ദിവസം നടക്കുന്ന കുർബാന ഇപ്പോൾ അതിൻ്റെ ചുമതലയുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയുള്ള ബിഷപ്പ് ബോസ്കോ പുത്തൂർ അത്
നിർവഹിക്കുകയും ചെയ്യും, കാർമ്മികത്വം വഹിക്കുകയും ചെയ്യും. പക്ഷേ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നു. അതോടൊപ്പം മറ്റു പള്ളികളിൽ പാതിരാ കുർബാനയാണോ അതോ അതിനുശേഷം നടക്കുന്ന കുർബാനയാണോ ഏകീകൃത കുർബാന ചൊല്ലേണ്ടത് എന്ന വിഷയത്തിൽ ഇന്നലെ രാത്രി വൈകിയും ചേർന്ന ഈ വൈദിക സമിതി യോഗത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇത് സംബന്ധിച്ചൊരു അവ്യക്തത, ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ്. ഇതിൽ ഏത് രീതിയിലൊരു ഇടപെടൽ അതിനു മുൻപ് ഉണ്ടാകും എന്നാണ് അറിയേണ്ടത്. ഏതായാലും ക്രിസ്മസ് ദിനത്തിൽ സെന്റ് മേരീസ് ബസിലിക്ക തുറന്ന് ഏകീകൃത കുർബാന ചൊല്ലാനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തോ ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അതിൽ ഒരു അനിശ്ചിതത്വം അത് തുടരുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സമാവേശത്തിലേക്ക് എത്തിയെന്ന് കരുതിയതാണ്, പക്ഷേ അതല്ല സാഹചര്യം. കൂടുതൽ വാർത്തയിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. മഞ്ഞയിൽ ആറാടാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ തത്സമയം ന്യൂസ് 18 കേരളത്തിൽ. ടോക്കൺ ഓഫ് ലവ് എല്ലാവർക്കും കൈമാറിയത്.